Hi, I am Roger Jose, Managing Director of Alpha Academy. 2023 അഗ്രികൾച്ചർ സെക്ടറിലെ 11 കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ നേടുവാൻ നാം എഴുതേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒരു എക്സാമിനേഷൻ CUET. ഈ എക്സാമിനേഷനിലൂടെ ഒരു അഗ്രികൾച്ചർ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യമായി തന്നെ ഈ അഗ്രികൾച്ചർ സെക്ടറിലെ 11 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ഈ കോഴ്സുകൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ക്യാമ്പസുകൾ ഓൾ ഇന്ത്യ വൈസിൽ 52 യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ CUET എക്സാമിനേഷനിലൂടെ ഒരു അഡ്മിഷൻ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുക. ഈ CUET എക്സാമിനേഷൻ നമുക്കറിയാം മെയ് 21 മുതൽ 31 വരെ നടക്കുന്ന ഓൺലൈൻ എക്സാമിനേഷനിലൂടെയാണ് CUET എക്സാമിനേഷൻ്റെ റാങ്കിലൂടെ നമുക്ക് അഗ്രികൾച്ചറിൻ്റെ 52 യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കുക. ഇതിനോടൊപ്പം ഈ CUET എക്സാമിനേഷൻ മാത്രമല്ല അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നാം എഴുതേണ്ട മറ്റൊരു എക്സാമിനേഷനാണ് NEET 2023. NEET എക്സാമിനേഷൻ നമുക്കറിയാം മെയ് 7 നടക്കുക. ഈ 7 നടക്കുന്ന NEET എക്സാമിനേഷൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ നിന്നും കീമിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിലൂടെയാണ് നമ്മുടെ സ്റ്റേറ്റിലെ കേരളത്തിലെ 4 അഗ്രികൾച്ചർ ക്യാമ്പസുകളിലേക്ക് ട്രിവാൻഡ്രത്തും തൃശ്ശൂരും വയനാടും കാസർഗോഡുമുള്ള 4 ക്യാമ്പസുകളിലേക്ക് ഒരു എൻട്രി ലഭിക്കുവാൻ ഈ ക്യാമ്പസുകളിലെ 85% സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ നാം നിർബന്ധമായും എഴുതേണ്ട പരീക്ഷയാണ് NEET എക്സാമിനേഷൻ. NEET എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ കേരള സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ കേരള സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെ കീമിൻ്റെ മെഡിക്കൽ സെക്ടറിലെ പാരാമെഡിക്കൽ സെക്ടറിലെയും ഒരു അഡ്മിഷൻ എന്നെ കൺസിഡർ ചെയ്യണമെന്ന് ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് കേരളത്തിലെ ഈ 4 കോളേജുകളുടെ 85% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറിലെ ഒരു അഡ്മിഷൻ ഉറപ്പാക്കുവാൻ എല്ലാ വിദ്യാർത്ഥികളും എഴുതേണ്ട 2 പരീക്ഷ, ഫസ്റ്റ് വൺ CUET എക്സാമിനേഷൻ, സെക്കൻഡ് ഈസ് NEET എക്സാമിനേഷൻ. 2 പരീക്ഷയും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളാണ്. കാരണം 2 പരീക്ഷയിലൂടെയും അഗ്രികൾച്ചർ സെക്ടറിലെ 11 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് എക്സാമിനേഷൻ മെയ് 7 സെക്കൻഡ് എക്സാമിനേഷൻ മെയ് 21 to 31. ഈ NEET എക്സാമിനേഷൻ്റെയും CUET എക്സാമിനേഷൻ്റെയും റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ CUET എക്സാമിനേഷനിലൂടെ ഓൾ ഇന്ത്യ വൈസുള്ള കേരളത്തിലെ ഈ 4 കോളേജുകൾ ഉൾപ്പെടെ ഓൾ ഇന്ത്യ വൈസുള്ള 52 യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റിലേക്കും സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെ NEETൻ്റെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെ കേരളത്തിൻ്റെ 4 കോളേജുകളുടെ 85% സീറ്റിലേക്കും അഗ്രികൾച്ചർ സെക്ടറിലെ ഒരു കോഴ്സിന് അഡ്മിഷൻ ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. നമുക്കറിയാം MBBS കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ വിദ്യാർത്ഥികൾ നോക്കുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ കോഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീമിലേക്ക് എത്തിച്ചേരാൻ, ഈ ഒരു കോഴ്സ് പഠിക്കുവാൻ ഈ 2 പരീക്ഷ ആവശ്യമാണെന്നും 2 പരീക്ഷകളുടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുക്കണം എന്നുള്ളതും എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. CUET എക്സാമിനേഷൻ ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ അഗ്രികൾച്ചർ ഫിസിക്സ് കെമിസ്ട്രിയോ ഏത് ഓപ്ഷനിലൂടെയും നമുക്ക് CUET എക്സാമിനേഷൻ എഴുതാം. എന്നാൽ NEETനാകട്ടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം. അപ്പോൾ ഈ 2നും കോമൺ ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ 3 സബ്ജക്ട്സ് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ 11ലെയും 12ലെയും പോർഷൻസ് നന്നായി പഠിക്കുന്നതിലൂടെ 2023 ഒരു അഗ്രികൾച്ചർ കോഴ്സ് ഏതൊരു വിദ്യാർത്ഥിക്കും ഉറപ്പായും നേടാൻ പറ്റുന്നതിലേക്ക് നല്ല റാങ്കുകളോടെ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് അഗ്രികൾച്ചർ കോഴ്സിന് എത്തിച്ചേരുവാൻ 2023 പരീക്ഷ വരെയുള്ള CUETയോ NEETോ ഏതുമാവട്ടെ ഇതിനായി ക്രാഷ് കോഴ്സിലൂടെയും പഠിച്ചുയരാം. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെങ്കിലും പഠിക്കേണ്ട ഒരു കോഴ്സല്ല. നമ്മെ പേഴ്സണൽ അറ്റൻഷനോടുകൂടി ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ 2 വർഷത്തെ പോർഷൻ
നന്നായി പഠിക്കേണ്ടത് കൊണ്ട് തന്നെ നല്ലൊരു പേഴ്സണൽ അറ്റൻഷനോടുകൂടി പഠിക്കേണ്ട ഒരു കോഴ്സാണ് ക്രാഷ് കോഴ്സ്. ഡെയിലി എക്സാമിനേഷൻ നടത്തി ഏറ്റവും സിസ്റ്റമാറ്റിക്കായ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സപ്പോർട്ടോടുകൂടി പഠിച്ച് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കെയറിങ്ങിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് കഴിവതും ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉപയോഗിച്ച് പഠിക്കുന്നത് നമ്മുടെ സമയത്തെ അനാവശ്യമായി കളയാതെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി വിജയത്തിലേക്ക് നടന്നെടുക്കുവാൻ അല്ലെങ്കിൽ വിജയം നേടാനുള്ള കഴിവുള്ളവരായി മാറ്റപ്പെടുവാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുവാൻ 2023 നീറ്റ് എക്സാമിനേഷനോ CUT എക്സാമിനേഷനോ അതേപോലെയുള്ള മെഡിക്കൽ സെക്ടറിലെയോ എഞ്ചിനീയറിംഗ് സെക്ടറിലോ ഏതൊരു പരീക്ഷയുടെയും ക്രാഷ് കോഴ്സിനായി ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വരാം, വിളിക്കാം. വിജയിപ്പിക്കുവാൻ, വിജയത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. കാരണം അഡ്മിഷൻ സമയത്ത് മാത്രമല്ല, ക്ലാസിൻ്റെ സമയത്ത് മാത്രമല്ല, അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും നിങ്ങൾക്കൊരു അഡ്മിഷൻ ക്യാമ്പസിൽ നേടുന്നത് വരെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കഴിഞ്ഞ 22 വർഷമായും ആൽഫ അക്കാഡമി ചെയ്യുന്നത് അങ്ങനെയാണ്. ഏറ്റവും മികച്ച ക്യാമ്പസിൽ, ശാന്തസുന്ദരമായ ക്യാമ്പസിൽ, ഹോംലി ഹോസ്റ്റൽ സൗകര്യത്തോടൊപ്പം നല്ല പേഴ്സണൽ അറ്റൻഷനോടുകൂടി 2023 കോഴ്സിനെ ക്രാക്ക് ചെയ്യുവാൻ, എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിജയത്തിലേക്ക് കൈപിടിച്ച് ആൽഫ അക്കാഡമി നടത്തും. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.